നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഞാനിന്ന് കാണിക്കുന്നത്. എന്നാൽ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പം ഇതിന് വേണ്ടി ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കരുത്, അതുപോലെ തീരെ പഴുക്കാത്തതും എടുക്കരുത്. ഇനി നമുക്ക് ഈ ഒരു പഴം കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും. അപ്പോൾ ഞാനിവിടെ 2 പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കണം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്, ഒരു 1/4 കപ്പ് മൈദ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതി. എടുക്കുന്ന പഴത്തിന് മധുരം നല്ല കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പാലാണ്. ഒരു 1/4 കപ്പ് പാൽ കൂടി ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്ക പൊടിയോ വാനില എസൻസോ ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏലക്കാപ്പൊടിക്ക് പകരം വാനില എസൻസാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒരു ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് മൈദ എടുത്ത് വെക്കാം. അതേപോലെ നമ്മൾ അടിച്ച് വെച്ച ബാറ്റർ, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്, ഇത്രയാണ് വേണ്ടത്. നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച പഴം ഈ ഒരു മൈദയിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അടിച്ച് വെച്ച ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഒരു മൈദയിൽ റോൾ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററിലിട്ട് അപ്പാടെടുക്കരുത്. കാരണം ഈ ഒരു ബാറ്റർ ഈ ഒരു പഴത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ ഒരു ബാറ്ററിൽ കുറച്ച് സമയം ഇട്ട് വെക്കുക. അതിനുശേഷം വേണം നമ്മൾ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് സമയം ഒന്ന് ഇട്ട് വെക്കുക. ഒരു ബാറ്ററി ഒരു പഴത്തിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഇട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ പഴവും ചെയ്തെടുക്കാം. പഴം മുഴുവനും ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിത്. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉള്ളിലത്തെ പഴം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാകും. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ സോഫ്റ്റായിട്ടാണ് ഇത് ഉണ്ടാകുക. അപ്പം കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം വീട്ടിലുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.